Legacy Teaching Journal. Learn daily, win surely. ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. കൂടെ ചിത്രങ്ങളും കൂടി നൽകുന്നുണ്ട്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് നമുക്ക് ഓർമ്മയിൽ വരാനും പെട്ടെന്ന് മറന്നു പോവാതിരിക്കാനും യൂസ്ഫുൾ ആവും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ തെലങ്കാനയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒക്ടോബർ മാസത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തെലങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ശ്രീകൃഷ്ണ കമ്മീഷൻ. വേൾഡ് മലയാളി കൗൺസിൽ ഏർപ്പെടുത്തിയ മലയാളി മിത്രം അവാർഡിന് അർഹയായ വ്യക്തിയാണ് ഡോക്ടർ പാർവതി ജി ഐതൽ. ഡോക്ടർ പാർവതി ജി ഐതൽ. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കുന്ന പദ്ധതി കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി. അടുത്തത് KSRTCയുമായി ബന്ധപ്പെട്ടതാണ്. KSRTC ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് KSRTC ചലോ ആപ്പ്. രാജ്യത്ത് പ്രധാനമന്ത്രി ധൻധ്യാൻ കൃഷി യോജനയുടെ ഭാഗമാകുന്ന 100 ജില്ലകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലകളാണ് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എന്നിവ. 2025 നാവികസേനാ ദിനാഘോഷത്തിന്റെ വേദിയാകുന്നത് ശംഖുമുഖം. തിരുവനന്തപുരം ജില്ലയിലെ ശംഖുമുഖം നാവികസേനാ ദിനമായി നാം ആചരിക്കുന്നത് ഡിസംബർ 4-നാണ്. പീയൂഷ് പാണ്ഡെ. ഇദ്ദേഹം പരസ്യരംഗത്തെ പ്രമുഖനായ വ്യക്തിയാണ്. ജനിച്ചത് 1955 സെപ്റ്റംബർ 5-നാണ്. മരണം 2025 ഒക്ടോബർ 24-ലാണ് ഇദ്ദേഹം അന്തരിച്ചത്. 2016 പീയൂഷ് പാണ്ഡെക്ക് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. രാജ്യത്ത് 3 പ്രധാന അവയവങ്ങൾ ഹൃദയം, ശ്വാസകോശം, വൃക്ക. ഹൃദയം, ശ്വാസകോശം, വൃക്ക എന്നിവ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഡൽഹിയിലെ എയിംസ് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ആദ്യമായി ശ്വാസകോശം മാറ്റിവെക്കുന്ന ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരനാണ് സുനിൽ അമൃത്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 5000 ഇയേഴ്സ് എന്ന പുസ്തകത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടാണ്, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യാം. 2025 കലാമണ്ഡലം ഫെലോഷിപ്പ് നേടിയ നർത്തകിയാണ് കലാമണ്ഡലം സരസ്വതി. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി തുടങ്ങിയ നൃത്തരൂപങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഭരതനാട്യത്തിന് 1983 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തിയാണ് സരസ്വതി. അന്തരിച്ച മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ഭാര്യ കൂടിയാണ് കലാമണ്ഡലം സരസ്വതി. 2025 ഒക്ടോബറിൽ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനം പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിച്ചത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വെച്ചാണ്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി നോട്ട് ചെയ്യുക അമീർ ഖാൻ മുത്തഖി. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണ് S ജയശങ്കർ. 47ാമത് ആസിയാൻ അഥവാ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന് വേദിയാകുന്നത് 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് മലേഷ്യയിലെ കോലാലംപൂരിൽ വെച്ചാണ്. മോന്ത ചുഴലിക്കാറ്റാണ്, ഇമ്പോർട്ടന്റ് ആണ്. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് മോന്ത ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം തായ്ലാന്റ്. മണമുള്ള പൂവ് എന്നാണ് വാക്കിനർത്ഥം. അടുത്തതായി ഒരു ചുഴലിക്കാറ്റ് വരുമ്പോൾ അതിന്റെ പേര് സെന്യാർ എന്നായിരിക്കും. പേര് നിർദ്ദേശിച്ച രാജ്യം UAE. ചുഴലിക്കാറ്റിന്റെ പേരുകൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നവയാണ്. അയർലൻഡിലെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കാതറിൻ കൊനാലി. മൈസൂർ വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി ചുമതലയേറ്റത് PV ഉഷാകുമാരിയാണ്. നിലവിലെ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. 70 പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. 70 വയസ്സ് പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. 2025 ഒക്ടോബറിൽ രൂപീകരണത്തിന്റെ 25 വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷൻ. രൂപീകരണത്തിന്റെ 25 വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കിയുള്ള ഭൂപടം പാകിസ്ഥാൻ ജനറലിന് സമ്മാനിച്ച് ഇടക്കാല സർക്കാരിന്റെ മുഖ്യോപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ്. ബംഗ്ലാദേശ് സന്ദർശിച്ച പാക് ജനറൽ സഹീർ ഷംസദ് മിർസയ്ക്കാണ് ബംഗ്ലാദേശ് ഭരണാധികാരി യൂനുസ് വിവാദ ഭൂപടം മുഖചിത്രമായ ആർട്ട് ഓഫ് ട്രയംഫ് എന്ന പുസ്തകം കൈമാറിയത്.
ദക്ഷിണ കൊറിയയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് മുഖുൻഖ നൽകി ആദരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. നിലവിലെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്. 2 യുദ്ധവിമാനങ്ങളിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് പോൾ ബിയ. അദ്ദേഹം ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ടാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? കാമറൂണിലെ പ്രസിഡന്റായാണ് പോൾ ബിയയെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ്. വിക്കിപീഡിയയ്ക്ക് ബദലായി പുറത്തിറങ്ങിയ പുതിയ ഓൺലൈൻ വിജ്ഞാന കോശമാണ് ഗ്രോക്കിപീഡിയ. ഗ്രോക്കിപീഡിയ പുറത്തിറക്കിയത് ഇലോൺ മസ്ക്. കുട്ടികൾക്ക് വേണ്ടിയുള്ള കേരള പോലീസിന്റെ ഓൺലൈൻ കൗൺസിലിംഗ് പരിപാടി ചിരി. തിരുവനന്തപുരം ആസ്ഥാനമായ സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റിന്റെ കീഴിലാണ് ചിരി ഡെസ്കിന്റെ പ്രവർത്തനം. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ചിരിയിലേക്ക് വിളിക്കാനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 9497900200. അടുത്തത് AI-യുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫസ്റ്റ്, അൽബേനിയയിലെ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയാണ് ഡീല. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായി നിയമിതനാകുന്നത് റസൂൽ പൂക്കുട്ടിയാണ്. കേരള പുരസ്കാരങ്ങൾ ഈ മാസമാണ് പ്രഖ്യാപിച്ചത്. കേരള ജ്യോതി, കേരളപ്രഭ, കേരള ശ്രീ പുരസ്കാരങ്ങൾ. കേരള ജ്യോതി പുരസ്കാരം, കേരളപ്രഭ, കേരള ശ്രീ എന്നിവയടക്കം 8 പേർക്കാണ് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. നോക്കാം 2025 കേരള പുരസ്കാരങ്ങൾ. കേരള ജ്യോതി പുരസ്കാരം വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ MR രാഘവ വാര്യർക്കാണ് ലഭിച്ചത്. കേരള പ്രഭ പുരസ്കാരം കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് PB അനീഷിനും കലാരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് രാജശ്രീ വാര്യറും നേടി. കേരളശ്രീ പുരസ്കാരം ശശികുമാർ മാധ്യമ പ്രവർത്തന രംഗത്തെ പ്രവർത്തനങ്ങൾക്കും ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും MK വിമൽ ഗോവിന്ദ് സംരംഭകർക്കുള്ള അവാർഡും ജിലുമോൾ മാരിയറ്റ് തോമസ് ഇൻഫ്ലുവൻസർക്കുള്ളതും അഭിലാഷ് ടോമി കായിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുമുള്ള പുരസ്കാരമായി കേരളശ്രീ പുരസ്കാരം നേടി. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശിലാണ്. 55 മീറ്ററാണ് ഈ ബ്രിഡ്ജിന്റെ നീളം. കേരളത്തിലെ വാഗമണിലെ 40 മീറ്റർ നീളമുള്ള കണ്ണാടി പാലത്തിന്റെ റെക്കോർഡാണ് ഇത് മറികടന്നത്. വിശാഖപട്ടണത്തെ കൈലാസഗിരിക്ക് മുകളിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 262 അടി ഉയരത്തിലാണ് ഇവ ഉള്ളത്. ഇനി സർക്കാർ വാഹനങ്ങൾക്ക് ഇനി ഏകീകൃത നമ്പർ പ്ലേറ്റ് സംവിധാനം നിലവിൽ വരുന്നു. സർക്കാർ വാഹനങ്ങൾക്ക് ഇനി KL 90 സീരീസ് മാത്രമാണ് ഉണ്ടായിരിക്കുക. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ തെലങ്കാനയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. തെലങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ശ്രീകൃഷ്ണ കമ്മീഷൻ. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളെ പിടികൂടുന്നതിന്റെ ഭാഗമായി പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സേ ഹണ്ട്. 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഗോവയിലാണ്. ഈ ടൂർണമെന്റിലെ ഏക വനിതയാണ് ദിവ്യ ദേശ്മുഖ്. നിഹാൽ സരിനും SL നാരായണനുമാണ് ലോകകപ്പിലെ മലയാളി താരങ്ങൾ. ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിലവിൽ വരുന്നു. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. ഇന്ത്യൻ ഹോക്കി ടൈഗർ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന മാനുവൽ ഫ്രെഡറിക് ഒക്ടോബർ 31-നാണ് അന്തരിച്ചത്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. 2025 ഒക്ടോബർ 31-ന് അന്തരിച്ച ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റായ ധാന ചുഴലിക്കാറ്റിന് ധാന എന്ന പേരിട്ടത് ഖത്തറാണ്. ഉദാരത എന്നർത്ഥം വരുന്ന അറബി വാക്കാണ് ധാന. അറബ് സംസ്കാരത്തിൽ പ്രാധാന്യമുള്ള പേര് അഥവാ ഏറ്റവും വലിപ്പവും മൂല്യവും മനോഹരവുമായ മുത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായ മുൻ ഇന്ത്യൻ താരമാണ് അഭിഷേക് നായർ. 2025 ഒക്ടോബറിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്? അമേരിക്കയുമായാണ് പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. സീപ്ലെയിൻ സർവീസിനായി കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് കേരളത്തിനായി എത്ര റൂട്ടുകളാണ് അനുവദിച്ചത്? 48 റൂട്ടുകളാണ് അനുവദിച്ചിട്ടുള്ളത്. ആയുഷ്മാൻ ഭാരത് 70 വയസ്സ് പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2025 ലഭിച്ചത് KG ശങ്കരപിള്ളയ്ക്കാണ്. 2024 പുരസ്കാര ജേതാവ് NS മാധവൻ.
5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം.